ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണഗുരും ധ്യായേൽ സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരു പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ആദരണീയനായ തൃപ്പാദ ശിഷ്യൻ ശ്രീ മൂർക്കോത്ത് കുമാരൻ അവറുകളുടെ ചരമദിനത്തിൽ ആ പുണ്യാത്മാവിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. മഹാത്മാ അയ്യങ്കാളിയുടെ ചരമദിനത്തിൽ ആ മഹത് ജീവിതത്തിൻ്റെ 4 പതിറ്റാണ്ട് കാലത്തെ സംഭവങ്ങൾ നാം കാണുകയുണ്ടായി. അടിയാളനായി ജനിച്ചു, വിദ്യായോഗമുണ്ടായില്ല, നല്ല ചൊടിപ്പുള്ള കുട്ടിയായി വളരുന്നു. ഏതാണ്ട് നാട്ടുരീതി അനുസരിച്ച് കാലുറച്ച പ്രായമാകുമ്പോഴേക്കും പാടത്തേക്ക് ഇറങ്ങുന്നു. ഇതാ ഒരു വേള ഓലപ്പന്ത് കളിക്കുമ്പോൾ ശക്തമായ അടിയിൽ പറന്നുപോയ പന്ത് ഒരു നായർ ഭവനത്തിൽ അതിൻ്റെ കൂരയിൽ വീഴുകയും അതിൻ്റെ പേരിൽ ആ ബാലൻ വല്ലാതെ അധിക്ഷേപിക്കപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് വിഷണ്ണനും പിന്നീട് ചിന്താധീനനുമായി തീർന്ന ആ കുട്ടി നല്ല ഒരു ഉൾക്കാഴ്ചയോടെ ആ ബാല്യകാലത്ത് തന്നെ കർമ്മരംഗത്തേക്ക് ഇറങ്ങുന്നു. സുജനങ്ങളായ ബാല്യക്കാരെ സംഘടിപ്പിക്കുന്നു. സാമൂഹ്യ അവസ്ഥകൾ, നാട്ടുംപുറത്തെ വിശേഷങ്ങൾ ചർച്ച ചെയ്യുന്നു. കലാപരമായ പരിശീലനവും പ്രകടനവും നടത്തുന്നു. അതുപോലെ കായിക അഭ്യാസ മുറകളും ആയുധ പരിശീലനങ്ങളും നടത്തുന്നു. 25-ാമത്തെ വയസ്സിൽ വിവാഹിതനാകുന്നു. ഏതാണ്ട് 30-ാമത്തെ വയസ്സിൽ നാടിനെ ആകെ ഞെട്ടിച്ചുകൊണ്ട് വിലക്കപ്പെട്ട വഴിയിലൂടെ പാരമ്പര്യ വസ്ത്രങ്ങളെല്ലാം ഊരിയെറിഞ്ഞ് പരിഷ്കൃത വേഷധാരിയായി സ്വന്തമായി വാങ്ങിയ വില്ലുവണ്ടിയിൽ എതിർപ്പുകളെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് വിജയിയായി അദ്ദേഹം യാത്ര നടത്തുന്നു.
തുടർന്ന് സദാനന്ദ സ്വാമി ആ നാട്ടിൽ എത്തിച്ചേരുന്നു. മതപരിവർത്തനത്തിനെതിരെ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിൽ ആകൃഷ്ടനാകുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു. ബ്രഹ്മനിഷ്ഠാ മഠവും ചിത് സഭയും സ്ഥാപിച്ച് അയ്യങ്കാളിയും അനുയായികളും അതിൻ്റെ ഭാഗവാക്കായിത്തീരുന്നു. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഈ ഘട്ടമായപ്പോഴേക്കും അയ്യങ്കാളിക്ക് 40 വയസ്സ് പിന്നിടുകയാണ്. മതപരിവർത്തനത്തിനെതിരെ നടന്ന ഹൈന്ദവ സമ്മേളനവും അതിലെ പ്രബോധനങ്ങൾ ശ്രമിച്ചുകൊണ്ട് ആ മഹാത്മാവിനെ വെങ്ങാനൂരേക്ക് ക്ഷണിക്കുകയും ആ നാട്ടിലെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കുകയും ചെയ്ത സദാനന്ദ സ്വാമികൾ രാജാവിന് തന്നെ നേരിട്ട് അയ്യങ്കാളിയെ കൊണ്ട് ഒരു അപേക്ഷ കൊടുപ്പിക്കുന്നുണ്ട്. മതപരിവർത്തനത്തിനെ നിരോധിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ അവിടെ നിന്നുണ്ടായ ഉത്തരവ് നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാൻ പാടില്ല, സ്വമനസ്സാലെ മതം മാറുന്നവരെ തടയാനും പാടില്ല എന്നതായിരുന്നു. അപ്പോൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇടവന്നു. നിർബന്ധിച്ചാണെങ്കിലും മതം മാറ്റുന്നവർ, മാറ്റപ്പെടുന്നവർ അത് സമനസ്സാലയാണ് എന്ന് വന്നുകൂടുകയാണ്. അപ്പോൾ ഇവിടെ ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകളുണ്ട് ഈ അടിയാള സമൂഹത്തിൽ. ഇവരാണ് സത്യത്തിൽ ഈ നാടിൻ്റെ നട്ടെല്ല്. കൊട്ടാരം മുതൽ ഇല്ലം വരെയുള്ളവരുടെ പത്തായങ്ങൾ നിറയ്ക്കുന്നവരാണ്. അവരുടെ അന്നം മുട്ടാതിരിക്കുന്നത് ഇവർ വിയർപ്പൊഴുക്കുന്നത് കൊണ്ടാണ്. ഇത്രയും ബഹുഭൂരിപക്ഷ ആളുകൾ ഇന്നും ഹൈന്ദവ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവിടെ നിന്ന് ആളുകൾ പൊഴിയുകയാണ്. രാജസന്നിധിയിൽ ഇത് ഉണർത്തിച്ചിട്ടും അതിന് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഉത്തരവല്ലുണ്ടായത്. സദാനന്ദ സ്വാമികൾ അടുത്ത ഒരു തീരുമാനമെടുക്കുന്നു. ഒരിക്കലും രാജാവ് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഈ അടിസ്ഥാന ജനതയെ ദൂരെ നിന്നാണെങ്കിലും തമ്പുരാനൊന്ന് നോക്കിക്കാണട്ടെ. അതുപോലെ തന്നെ കാണപ്പെട്ട ദൈവം, ധർമ്മരാജ്യത്തിലെ കാണപ്പെട്ട ദൈവമെന്ന് കണക്കാക്കപ്പെടുന്ന, ഒരിക്കലും തങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയുകയില്ല എന്ന് കരുതപ്പെടുന്ന ആ പൊന്നു തമ്പുരാനെ ഈ അടിയാളരും ഒന്ന് കാണട്ടെ. ഈ ആശയം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ അത് പ്രായോഗികമല്ല എന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. എന്തുകൊണ്ട്? ഇടവഴിയിൽ കൂടെ പോലും നടക്കാൻ, പൊതുവഴിയുടെ കാര്യം പറയുകയും വേണ്ട, അവസരമില്ലാത്ത ജനത. എങ്ങാനും അവരെ കണ്ടുപോയാൽ ആട്ടി അകറ്റപ്പെടുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഇവർ ഓടി ഒളിച്ചു കൊള്ളണം. ഇങ്ങനെയുള്ളവർക്ക്
രാജസാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് എങ്ങനെ കടന്നു ചെല്ലാൻ പറ്റും? സദാനന്ദ സ്വാമികൾ അതിന് വഴി കണ്ടിട്ടുണ്ടായിരുന്നു. നവരാത്രി കാലം വന്നണഞ്ഞു. നാടാകെ അതിൻ്റെ ഒരു ആഘോഷമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അത് ബഹുവിശേഷമാണ്. കൊട്ടാരത്തിലാണെങ്കിൽ അതിന് വളരെ പ്രാധാന്യവുമുണ്ട്. ഈ പൂജയെടുപ്പ് ദിവസം രാജാവ് എഴുന്നള്ളി വരുമ്പോൾ ഇതാ കാണാവുന്ന രീതിയിൽ കടന്നു ചെല്ലാവുന്ന ഒരു വഴിയിലൂടെ സംഘടിച്ചെല്ലാവരും എത്തുക എന്ന് തന്നെ തീരുമാനമായി. ഇത്രയും ദൂരം നടന്നു ചെല്ലുമ്പോഴേക്കും ഇത് ചർച്ചയാകും, തടയപ്പെടും, ഒരുപക്ഷെ സംഘർഷവും ഉണ്ടാകും. അതിനും പോംവഴി കണ്ടെത്തി. രാജാവിൻ്റെ ഛായാചിത്രവും മുമ്പിൽ പിടിച്ചുകൊണ്ട് ജാഥയായി ചെല്ലുക. അവിടെ രാജാവിനോടുള്ള വിധേയത്വം, രാജഭക്തിയും പ്രകടമാകുന്നുണ്ട്. അവിടെ രാജാവിൻ്റെ തന്നെ എഴുന്നള്ളത്താണ് നടത്തുന്നത്. പാനലയ്ക്ക് അതിനെ ആക്രമിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ആക്രമിക്കപ്പെട്ടാൽ അത് രാജദ്രോഹമായി കരുതേണ്ടി വരും. ഏതായാലും അങ്ങനെ തന്നെ ആ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു. രാജാവിൻ്റെ ചിത്രവും വഹിച്ചുകൊണ്ട് അവർ കാൽനടയായി പുത്തിരിക്കണ്ടം ഭാഗത്ത് തീണ്ടാപ്പാട് പാലിച്ചുകൊണ്ട് തന്നെ ഈ രാജാവിൻ്റെ ചിത്രവും പിടിച്ചുകൊണ്ട് രാജാവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ച് കാത്തുനിന്നു. പൂജയെല്ലാം കൂടി അതിൻ്റെതായ നിർവൃതിയിൽ, ധന്യതയിൽ കിഴക്കോട്ട വഴി രാജാവ് പുറത്തേക്ക് എഴുന്നള്ളി വരുമ്പോൾ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു. ദൂരെ നിന്ന് നോക്കിയാൽ കരിമ്പടം വിരിച്ചതുപോലെ. കാരണം കറുത്ത മക്കളാണ്, കരിഞ്ഞ വസ്ത്രമാണ്, കറുത്ത വസ്ത്രമാണ് അവർ ഉടുത്തിരിക്കുന്നത്. രാജാവ് കൗതുകത്തോടെ നോക്കി നിന്നു. ആ മനുഷ്യർ ആദ്യമായി കൺകണ്ട ദൈവത്തെ കാണുകയാണ്. അവരതിൻ്റെതായ ഉപചാര മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ടാണ് രാജാവിനെ ദർശിക്കുന്നത്. രാജാവ് കടന്നുപോയി. നോക്കണം, വിജയഭേരിയൊന്നും മുഴക്കിക്കൊണ്ടല്ല ഈ സാധുജനങ്ങൾ മടങ്ങുന്നത്. അവരുടെ മുഖത്ത് അഭിമാനമായിരുന്നു, ആഹ്ലാദമുണ്ടായിരുന്നു. തങ്ങളുടെ അവസ്ഥ മാറുമെന്ന പ്രത്യാശ ഇതോടെ വർദ്ധിച്ചിരുന്നു. അങ്ങനെ അവർ മടങ്ങി വരുമ്പോൾ ഇതിനോടകം ആ വാർത്ത സമീപ പ്രദേശങ്ങളിലാകെ വ്യാപിച്ചിരുന്നു. ഇവരിതുവഴിയാണ് മടങ്ങി വരുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരു പ്രദേശത്തുകാർ ആയുധങ്ങളുമായി ഇവരെ എതിരേറ്റു. ഇവരോട് അട്ടഹസിച്ചു, ആക്രോശിച്ചു, ഇവരെ പൽസിച്ചു, ആക്ഷേപിച്ചു. സദാനന്ദ സ്വാമികളും ഒപ്പമുണ്ട്. അദ്ദേഹം സംഘടിപ്പിച്ച ബ്രഹ്മനിഷ്ഠാമഠം ചിത്സഭകളുടെ ഭക്തന്മാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവർ അല്പമൊന്ന് ചെറുത്തു നിന്നു. സാധാരണഗതിയിൽ അടിയാളരെ മർദ്ദിച്ചാൽ അതിന് വിധേയപ്പെട്ട് കടന്നുകൊള്ളണം.
ഇവിടെ അങ്ങനെയല്ല, ചെറുക്കുന്നു. തിരിച്ചടിക്കുന്നില്ല എന്നോർക്കണം. എന്നിട്ട് പോലും ഈ ചെറുക്കുന്നതിനെ പോലും വലിയൊരു ധിക്കാരമായിട്ടാണ് അവർ കണ്ടത്. അവരെപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ ഇവരെ ആക്രമിച്ചു തുടങ്ങി. മുമ്പ് നമ്മൾ കണ്ടു, സഹി കെട്ടപ്പോൾ അയ്യങ്കാളി എടുത്ത നിലപാട് അങ്ങോട്ട് ഉപദ്രവിക്കില്ല, ഇങ്ങോട്ട് ഉപദ്രവിച്ചാലോ ഒരടിക്ക് രണ്ടടി തിരിച്ചു കൊടുക്കുക. ഇവിടെയും അത് വേണ്ടി വന്നു. ഇവർ തിരിച്ചടിക്കുമെന്ന് സ്വപ്നേബി കരുതാത്ത അവർ ഒരു നിർജീവ വസ്തുവിനെ തല്ലുന്നത് പോലെ തന്നെയുള്ളൂ അടിയാളരെ തല്ലിയാൽ എന്നാണ് അവരുടെ ധാരണ. ഇതാ തിരിച്ചടി ഉണ്ടാകുന്നു. അമ്പരന്ന് പോകാതിരിക്കുമോ? കൊടുത്തു മാത്രം ശീലിച്ചിട്ടുള്ളവരുടെ ചെകിടത്ത് കിട്ടിത്തുടങ്ങിയപ്പോൾ അതിൻ്റെ ചൂടവരറിഞ്ഞു. പതറിപ്പോയി, ചിതറിപ്പോയി. ഇവർ മുമ്പോട്ട് നടക്കാൻ ഒരുങ്ങുമ്പോൾ ഇവർക്കൊരു വിവരം കിട്ടി. ഇതാ കടന്നു പോകേണ്ട ഒരു പ്രദേശത്ത് സവർണർ ധാരാളമായി സംഘടിക്കുന്നു എന്ന് മാത്രമല്ല, അവർ പോലീസിന്റെ സഹായവും തേടിയിരിക്കുന്നു. അവരാകെ വാശിയിലാണ്. അവിടെ ഔചിത്യത്തോടെ ഇവരൊരു തീരുമാനമെടുക്കുന്നു: വഴിമാറിപ്പോവുക. ഇവർ വഴിമാറിപ്പോയി. ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രദേശത്തൂടെ അവർ യാത്ര ചെയ്ത് മുക്കോന്മാരുടെ സഹായത്തോടെ വള്ളങ്ങളെ ആശ്രയിച്ച് അങ്ങ് തെക്കോട്ട് പോയി വിഴിഞ്ഞം വരെ എത്തി. അവിടെ നിന്ന് വെങ്ങാനൂരേക്ക് തിരിച്ചു വന്ന് എത്ര ചുറ്റിയാണ് അവർ വന്നത്. അപ്പോൾ ഇവിടെ ഈ യാത്രയുടെ വിജയപരാജയങ്ങൾ, പക്ഷേ മൊത്തത്തിലുള്ള അവസ്ഥ നോക്കുമ്പോൾ ഇതൊരിക്കലും പരാജയമല്ല. ഇതെല്ലാം വിജയത്തിൻ്റെ സുപ്രധാനമായ ഒരു പടി മാത്രമായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഈ സംഭവം നടക്കുന്നത് 1904 ഈ ഒരു സംഭവത്തോടെ മുമ്പിനാലെ തന്നെ ധിക്കാരിയെന്നും നിഷേധിയെന്നും പേര് വീണ അയ്യങ്കാളിക്ക് ഒരു നോട്ടപ്പുള്ളിയുടെ പരിവേഷവും കൂടി കൈവരികയാണ്. ഇപ്പൊ ഈ സമയമായപ്പോഴേക്കും പരിശീലനം നേടിയ യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചിരുന്നു. അവർ മറ്റ് യുവാക്കൾക്ക് കൂടി പരിശീലനം നൽകുകയാണ്. അയ്യങ്കാളിക്ക് അംഗരക്ഷകർ വരെ ആയിരിക്കുന്നു. മുമ്പ് നമ്മൾ കണ്ട തോമസ് വാദ്യാരെ പോലെയുള്ളവർ അത്യാവശ്യം എഴുത്തും വായനയും പരിശീലിച്ചിട്ടുള്ള ആളുകൾ 2 or 3 ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എഴുത്തുകുത്തുകൾക്കൊക്കെ സൗകര്യമുണ്ടായിരിക്കുന്നു. നോട്ടപ്പുള്ളിയായ അയ്യങ്കാളിയെ തരത്തിന് കിട്ടുവാൻ, ഇതിനൊക്കെ പ്രതികാരം ചെയ്യുവാൻ, ആ ധിക്കാരം അവസാനിപ്പിക്കുവാൻ തക്കം പാർത്താണ് സവർണർ നിലകൊള്ളുന്നത്. ഇപ്പോൾ ഇവിടെ സകല സമയവും ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി ഇവർ കഴിഞ്ഞുകൂടുകയാണ് എന്ന് കരുതരുത്. ഇതിങ്ങനെ കരുതിക്കൂട്ടി കാലുവെക്കുമ്പോൾ ഉണ്ടാകുന്ന
ഇത് മാത്രമാണല്ലാതെ മുഴുവൻ സമയവും ഇവരിങ്ങനെ ഈ വക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് എന്ന് ധരിക്കരുത്. അറിയാമല്ലോ, ഈ മണ്ണിന്റെ മക്കൾക്ക് അവരുടെ കടമ നിറവേറ്റേണ്ടതുണ്ട്. പകലന്ത്യോളം ഇവർ പണിയെടുക്കുകയാണ്. ആ ദൗത്യത്തിൽ നിന്ന് അവർ പിന്മാറുന്നില്ല എന്നുകൂടി നമ്മൾ ധരിക്കേണ്ടതാണ്. ഏതാണ്ട് 1-2 വർഷം കഴിഞ്ഞു ഈ സംഭവത്തിന് ശേഷം. ബ്രഹ്മനിഷ്ഠ മഠത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടരുന്നുണ്ട്. അത് തികച്ചും ആത്മീയമായിട്ടാണ്. എങ്കിലും പ്രതിരോധത്തിനും അക്കാലത്തെ സാമൂഹ്യാചാര ലംഘനത്തിനുമൊക്കെ പ്രചോദനം നൽകുന്നുണ്ടെങ്കിലും ആ രീതിയിലല്ല ബാഹ്യ സമൂഹത്തിന്റെ പ്രതികരണം വരുന്നത്. അതുകൊണ്ട് ബ്രഹ്മനിഷ്ഠാ മഠത്തിന്റെ പ്രവർത്തനങ്ങൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുഗുണമല്ല, അനുരൂപമല്ല എന്ന് പെട്ടെന്ന് തീരുമാനിച്ചതല്ല. കാലമെടുത്ത് ചിന്തിച്ച് അനുഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ അയ്യങ്കാളി ഒരു തീരുമാനത്തിലെത്തുന്നു. തങ്ങളുടെ ഉദ്ദേശ സാധ്യത്തിന് ഇങ്ങനെ ഒരു സംവിധാനം പോരാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് അതിനെ കുറച്ചുകൂടി വിപുലപ്പെടുത്തി സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ബ്രഹ്മനിഷ്ഠാ മഠത്തിൽ പലതരം ആളുകൾ ചേർന്നിട്ടുണ്ട്. ആധ്യാത്മികതയോട് അഭിനിവേശമുള്ള പരദേശ ബ്രാഹ്മണർ വരെ, കച്ചേരിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വരെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും അതിൻ്റെതായ പരിമിതികളുണ്ട്. സദാനന്ദ സ്വാമികൾക്കെല്ലാം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ തന്നെ ബ്രഹ്മനിഷ്ഠാ മഠത്തിൽ നിന്നും ഇവരെല്ലാവരും വിടുതൽ ചെയ്തു. വിട്ടുപോവുകയല്ല, ഇതിനെ പറിച്ച് അല്ലെങ്കിൽ പിരിച്ചു നടുകയാണ് എന്ന് മാത്രമേ കരുതാവൂ. ആ പ്രവർത്തനങ്ങൾ മറ്റൊരു തരത്തിൽ തുടങ്ങുകയാണ്. ഇതിനോടകം തോമസ് വാദ്യാരും ഈ പഠിച്ച് 1-2 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ, അവരുടെ ആലോചനയിൽ ഒരു ചെറിയൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞുകൂടെ ഇവർ 2-3 പേരേ ഉള്ളൂ. ഒരു ഐത്താചാര വിരുദ്ധ പ്രസ്ഥാനം ഉണ്ടാക്കണമെന്നൊരാലോചന. അപ്പോൾ അവർ സമാന്തരമായി ചിന്തിച്ചതാണ്. ബ്രഹ്മനിഷ്ഠാ മഠത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചും സമാധാനന്ദ സ്വാമികൾക്ക് അറിയാമായിരുന്നു. ഇവരുടെ ആശയങ്ങൾ വലിയ തെറ്റില്ല എന്ന് തന്നെ സദാനന്ദ സ്വാമികൾ കണ്ടു. അതിനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പം അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചതിൻ്റെ ഫലമായി പുതിയൊരു പ്രസ്ഥാനം രൂപം കൊള്ളുകയാണ്. ആ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. അങ്ങനെയൊരു സംഘം രൂപീകരിക്കപ്പെടുന്നു. അപ്പം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തുടക്കത്തിൽ പരിമിതമായിരുന്നു. മതപരമായ ലക്ഷ്യങ്ങളൊന്നുമല്ല ഉള്ളത്. അവിടെ വിദ്യാഭ്യാസം, തങ്ങളുടെ സമുദായങ്ങൾക്ക്, തങ്ങളുടെ സമുദായത്തിന് വിദ്യാഭ്യാസ അവകാശം, സൗകര്യം നേടിയെടുക്കുക. രണ്ടാമത്, എല്ലാവരും തന്നെ തൊഴിൽക്കാരാണ്. നേരം വെളുക്കുന്നത് മുതൽ അന്തിമയങ്ങുന്നത് വരെ പാടത്ത് ജോലിയെടുക്കാൻ നിർബന്ധിതരാണവർ.
കാലാകാലങ്ങളിൽ ആവശ്യപ്പെടുന്ന ഊഴിയ വേല, വേലയില്ലാത്ത കൂലിയില്ലാത്ത വേലയാണത്. മരാമത്ത് പണികളെല്ലാം തന്നെ പ്രതിഫലം പറ്റാതെ കരിക്കാടി മാത്രം കുടിച്ച് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണിവർ. ഇവർക്ക് പുതിയ ആവശ്യമായി ജോലി സമയം കുറയ്ക്കുക, കൂലി കൂട്ടുക. അന്ന് വേലയ്ക്ക് കൂലി നെല്ലായിട്ടാണ് കൊടുക്കുന്നത്. ഇവർക്ക് കൂലി കൊടുക്കുന്ന നെല്ലോ അത് പാറ്റുക പോലുമില്ല. പതിരും പൊടിയായി കിടക്കുന്ന ആ നെല്ല് കൂലിയായി അവർ കുടിലിൽ കൊണ്ടുചെല്ലുമ്പോൾ അതിൻ്റെ പകുതി പോലും ഉപയോഗ്യമായിരിക്കില്ല. ഇതെന്തൊരു കഷ്ടസ്ഥിതിയാണ്. ജോലി സമയം കുറയ്ക്കണമെന്നും അതുപോലെ വേതനം വർദ്ധിപ്പിക്കണമെന്നും ഒരാവശ്യം ഉന്നയിക്കാൻ ഇവർ തീരുമാനിക്കുന്നു. ഇവർ സ്വയമേവ തന്നെ തീരുമാനിക്കുന്നു. 6 ദിവസം ജോലിയെടുക്കുക, 7-ാം ദിവസം ഇവരെല്ലാവരും ഒത്തുകൂടുക, സംഘം കൂടുക. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരംഭിച്ചത് നെയ്യാറ്റിൻകരയിലാണ്, അരിയപ്പുറത്താണ് എന്ന് നമുക്കറിയാം. ഏതാണ്ട് അതിൻ്റെ ഒരു പ്രാന്തപ്രദേശമാണ് വെങ്ങാനൂർ. ധർമ്മപരിപാലന യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടുപിടിക്കുവാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടുമുണ്ട്. ഏതാണ്ട് അതിന് പല കാര്യങ്ങളിലും ഇവർക്ക് അനുകരിക്കാനും കഴിയുന്നുണ്ട്. ഇവരിതാ ആഴ്ചവട്ടത്തിലൊന്ന് കൂടുന്നു. അവിടെ കൂടിയിരുന്ന് പലതും ചർച്ച ചെയ്യുന്നു. ഇങ്ങനെ സംഘടിച്ചാൽ ഉണ്ടാകുന്ന ഭാവി ഗുണങ്ങളെ അതിൽ വാക്ചാതുര്യമുള്ളവർ പ്രസംഗിച്ച് കേൾപ്പിക്കുന്നു. സദാനന്ദ സ്വാമികളുടെ സേവനം പയ്യെ പയ്യെ ഇല്ലാതാവുകയാണ്. ഇതിനെ ഏതാണ്ടൊന്ന് ചലിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇതിൽ നിന്ന് പിൻവാങ്ങുന്നത്. സാധുജന പരിപാലന സംഘത്തിന്റെ ഉദയത്തിൽ അദ്ദേഹത്തിന് ഒരു നിർണായക പങ്കുണ്ട്. ആ നാമധേയം തന്നെ അദ്ദേഹം നിർദ്ദേശിച്ചതാണ് എന്നൊരു വാദവും കൂടിയുണ്ട്. ഇവരാഴ്ച തോറും കൂടുമ്പോൾ ഇവരാലാവുന്നത് പോലെ ഒരു വരി സമർപ്പിച്ചു തുടങ്ങി. അവരെ കൊണ്ടത് പണമായിട്ട് നിർവഹിക്കാൻ പറ്റില്ല. ഇതാ കരിക്കാടി വെക്കുമ്പോൾ കഞ്ഞി വെക്കുമ്പോൾ എന്ന് പറഞ്ഞുകൂടല്ലോ. കരിക്കാടി വെക്കുമ്പോൾ ഒരൽപ്പം കയ്യിൽ പിടിക്കും, അതൊരു കുടുക്കയിൽ നിക്ഷേപിക്കും. എങ്ങനെ നിക്ഷേപിക്കപ്പെടുന്നത് ഒന്നിച്ച് സമാഹരിച്ച് അത് മുതലാക്കും. ഏതാണ്ട് 1 വർഷം ഈ രീതിയിൽ ഇവർ കൂടി മുന്നോട്ട് പോയപ്പോൾ ഏതാണ്ട് ആസ്ഥാനത്തിനുള്ള വസ്തു വാങ്ങുവാൻ ഉള്ള പണം ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത്ര ചിട്ടയോടെയാണ്, അത്ര താല്പര്യത്തോടെയാണ് ഇവർ ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ കണ്ടു, 7 ദിവസമുണ്ടെങ്കിൽ 7 ദിവസവും പണിതുകൊണ്ടിരുന്നവർ ഒരു ദിവസം ഇവർ വരുന്നില്ല. ജന്മിമാർ സമ്മതിക്കുമോ? അവിടെ മുറുമുറുപ്പായി, പലരും തല്ലുകൊള്ളുന്നുണ്ട്. സംഘടിച്ച് നിൽക്കുന്നത് പോലല്ല ജന്മിമാർക്ക് പണിക്ക് ചെല്ലുമ്പോൾ. അവിടെ ഒറ്റപ്പെടലാണ്.
വത്സരങ്ങൾ മുഴുവൻ കേൾക്കണം. ശിക്ഷ കൂലിയിൽ പിടിക്കും. ഒരു ദിവസം ചെല്ലാത്തതിൻ്റെ പേരിൽ 2 ദിവസത്തെ ശമ്പളം പിടിക്കും. ശിക്ഷയാണ്. അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് പുതിയൊരു സംഭവവാസം ഉരുണ്ടുകൂടുന്നത്. നമ്മൾ കണ്ടു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 1905 ഇവരൊരു എളിയ ശ്രമം നടത്തിയിരുന്നു. ചെറിയൊരു കൂര കെട്ടി സ്വന്തമായൊരു പാഠശാല നടത്തുവാൻ അവർ തീരുമാനിച്ചു. അവിടെ പ്രവേശിക്കുവാൻ പോലും കഴിയുന്നതിന് മുമ്പേ അത് നശിപ്പിച്ചു കളഞ്ഞത്. ഇവരിത് പഠിച്ചുകൂടാ, അക്ഷരം പഠിച്ചുകൂടാ. ഈ തോമസ് വാദ്യാരുടെയും മറ്റും നേതൃത്വത്തിൽ അപേക്ഷകൾ പലതും ചെല്ലുന്നുണ്ട്. ഈ രാജഗോപാലാചാരി പുരോഗമന ആശയക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ദളിതരോട് നല്ല അനുകമ്പയുണ്ടായിരുന്നു, അനുഭാവം ഉണ്ടായിരുന്നു. ദൈവഗത്യ തന്നെയാണ് ഇങ്ങനെയൊരു മഹാൻ ആ സമയത്ത് ഇവിടെ ദിവാനായിട്ടിരുന്നത്. നോർത്തു നോക്കൂ, മറിച്ചൊരു ചിന്താഗതി ഉള്ള ആളായിരുന്നുവെങ്കിൽ ഇതിനെയൊക്കെ മുളയിലേ നുള്ളിക്കളയുമായിരുന്നു. ഒരുപക്ഷേ തമിഴകത്ത് വെച്ചും കന്നഡ നാട്ടിൽ വെച്ചും സദാനന്ദ സ്വാമികളുമായി മുൻ പരിചയമുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് തെളിവില്ല, പക്ഷേ അങ്ങനെ ഊഹിക്കാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതുപോലെ ഒരാൾ നേതൃത്വം നടക്കുന്ന ഒരു സംരംഭത്തെ അനുഭാവത്തോടെ മാത്രമേ ഇങ്ങനെയുള്ളവർക്ക് നോക്കിക്കാണുവാൻ കഴിയുമായിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ ഈ തോമസ് വാദ്യാരും മറ്റും വൈദ്യ വിരുദ്ധ പ്രസ്ഥാനം അതിനെക്കുറിച്ച് ആലോചിക്കുന്ന കൂട്ടത്തിൽ കൂടെ ഗവൺമെന്റിലേക്ക് അപേക്ഷ കൊടുക്കുമായിരുന്നു. പുലയർക്ക് വിദ്യാലയ പ്രവേശനത്തിനായി. അവിടെ പലതരത്തിലുള്ള ശുപാർശകളും ചെന്നിട്ടുണ്ടാവണം സ്വാമികൾ മുഖാന്തരം. 1907 ആകുമ്പോഴേക്കും പുലയർക്ക് വിദ്യാലയ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറങ്ങുന്നു. ഈ ഉത്തരവ് ഇറക്കുന്നത് രാജസ്ഥാനത്ത് നിന്നാണെങ്കിലും ഇത് വെളിയിലേക്ക് വരേണ്ടത് ഈ സവർണർ മുഖാന്തരമാണ്. കാരണം ഉദ്യോഗങ്ങളെല്ലാം അവരുടെ കുത്തകയാണ്. അവരെന്ത് ചെയ്തു? ഇങ്ങനെ ഈ ഒരു ഉത്തരവ് പൂഴ്ത്തി വെച്ചു. ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങുന്നത് അയ്യങ്കാളിയോ സംഘമോ അറിയുന്നില്ല. വീണ്ടും ഈ അപേക്ഷ ചെല്ലുമല്ലോ. അങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയ കാര്യം ദിവാൻ വീണ്ടും പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു ഉത്തരവ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ഇവർക്ക് അറിയാനാകുന്നത്. സ്നേഹിതരെ, 1907 ഇറങ്ങിയ ഈ ഉത്തരവ് 1910 വരെ ആരും അറിയാതെ വെളിച്ചം കാണാതെ ഇരിക്കുകയുണ്ടായി. പക്ഷേ തോമസ് വാദ്യാർക്ക് ഒരു സൂചന കിട്ടി, ഉറപ്പല്ല, ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എന്നറിയുന്നു. പക്ഷെ അതിനൊരു സ്ഥിരീകരണമില്ല. ഈ വിവരം അയ്യങ്കാളി അറിഞ്ഞപ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായി കാണും. ഇനി അഥവാ ഉണ്ടായില്ലെങ്കിൽ തന്നെ കൽപ്പിച്ചനുവദിച്ചു തന്നിട്ട് നമുക്ക് ഇതൊന്നും സാധിക്കുന്നില്ല. പെരുവഴിയിലൂടെ നടക്കാൻ മേലാത്തടത്ത് പലതിലൂടെയും നമ്മൾ ഇപ്പോൾ കടന്ന് കയറിയിരിക്കുന്നു. അതുപോലെ തന്നെ അർഹിക്കുന്നത് അപേക്ഷിച്ചിട്ട് മാത്രം കിട്ടിയാൽ പോരാ, അത് നേടിയെടുക്കുവാൻ നമ്മുടേതായ വഴികൾ
തേടുക തന്നെ വേണം. അതുകൊണ്ട് ഈ സാധുജന പരിപാലന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരികൾക്കെല്ലാം അപേക്ഷ കൊടുക്കുന്നു. എല്ലാ സ്കൂളുകളിലും ഇവർ ചെന്ന് മുട്ടുന്നു അപേക്ഷയുമായി. അതെല്ലാം അവഗണിക്കപ്പെടുകയാണ്. ഇവർ താണ് വീണ് കെഞ്ചി കരഞ്ഞ് അപേക്ഷിച്ചിട്ടും ക്രിസ്തീയ വിദ്യാലയങ്ങൾ പോലും, മിഷണറിമാരുടെ വിദ്യാലയങ്ങൾ പോലും അവർക്കും ധൈര്യമില്ല. അവർക്ക് അനുഭാവമില്ലാഞ്ഞിട്ടല്ല. രണ്ട് കാര്യമുണ്ട്. മതം മാറി ക്രിസ്തീയ നാമം സ്വീകരിച്ചു വന്നാൽ ഇവിടെ കയറാമല്ലോ. അവിടെയും ആ പ്രലോഭനമാണ്. പിന്നെ വേറൊന്നുണ്ട്. മതം വേറാതെ നേരിട്ട് തന്നെ ഈ പുലേരെയും പറയരെയും ഒക്കെ ഈ സ്കൂളിലേക്ക് ചേർത്താൽ സവർണർ, അത് ഹിന്ദു സവർണർ മാത്രമല്ല, ക്രിസ്ത്യാനികൾക്കിടയിലുമുണ്ട് സവർണർ. പാരമ്പര്യ ക്രിസ്ത്യാനികൾ മാർഗം കൂടി വരുന്നവരെയൊക്കെ അവർ രണ്ടാം തരമോ മൂന്നാം തരവുമായിട്ടാണ് കാണുന്നത്. സാധുജന പരിപാലന സംഘത്തിനാണെങ്കിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. SNDP യോഗത്തിലായിരുന്നെങ്കിൽ ഈഴവർ മാത്രമേ ഉള്ളൂ. കേരളീയ നായർ സമാജത്തിലാണെങ്കിൽ നായർമാർ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ആ ഒരു പ്രത്യേകത എല്ലാവരും ശ്രദ്ധിക്കണം. സാധുജന പരിപാലന സംഘത്തിൽ പുലയർ മാത്രമല്ലത്, പുലയനായ അയ്യങ്കാളി അതിന് നേതൃത്വം കൊടുത്തതുകൊണ്ട് ഇതിനെ പുലയരുടെ പ്രസ്ഥാനമായി നമ്മളെല്ലാവരും ധരിച്ചു പോയിരിക്കുന്നു, തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്നു. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. പുലയർ തുടങ്ങി കീഴോട്ടുള്ള സകല ജാതികളുടെയും ഒരു കോൺഫെഡറേഷനായിരുന്നു സത്യത്തിൽ സാധുജന പരിപാലന സംഘം. പറയരും ചെറുമരും മണ്ണാന്മാരും അങ്ങനെ ഏതാണ്ട് ഒരു 20ഓളം സമുദായങ്ങളുടെ കൂട്ടായ്മയായിരുന്നത്ര ഇത്. അപ്പം നോക്കണം, ദളിതരുടെ ഒരു നല്ല ഏകീകരണമാണ് അവിടെ നടക്കുന്നത്. അത് പുലയരുടെ മാത്രമല്ല, ദളിതരുടെ ആകമാനമുള്ളത് എന്ന് നമ്മൾ ഇനിയെങ്കിലും ധരിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ സാധുജന പരിപാലന സംഘം ഇങ്ങനെയൊരു ആവശ്യവുമായി സമീപിക്കുമ്പോൾ പുലയരെ മാത്രം നോക്കിയാൽ പോരാ, അതിലും ഹീനരായിട്ടുള്ളവർക്ക് വേണ്ടി കൂടിയാണ് അവർ നിലകൊള്ളുന്നത്. അങ്ങനെയുള്ളവരെല്ലാം ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ഒരു രക്ഷാസങ്കേതം ഇതിൽ കാണുകയാണ്. അവരെല്ലാം ഒരു പ്രതീക്ഷ ഇതിൽ അർപ്പിക്കുകയാണ്. ഇവരിങ്ങനെ ഉള്ള പള്ളിക്കൂടങ്ങളെല്ലാം കയറി ഇറങ്ങി നടക്കുന്നു, അപേക്ഷിക്കുന്നു. ഇതറിഞ്ഞപ്പോൾ യാഥാസ്ഥികരായ സവർണർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അല്പം മര്യാദയുള്ളവർ അവരുടെ ശുദ്ധഗതിക്ക് പറഞ്ഞത്, നിങ്ങളെല്ലാം ഇങ്ങനെ പഠിക്കാൻ പോയാൽ ഈ പാടത്താര് പണിയെടുക്കും? നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ളവരല്ലേ? അവർക്കതായിരുന്നു കാര്യം. ഇപ്പൊ ഇങ്ങനെ ഒരു പരാമർശമുണ്ടായപ്പോൾ അയ്യങ്കാളിക്ക് പുതിയൊരു കാഴ്ചപ്പാടുണ്ടായി. ഓഹോ, പാടത്ത് ഞങ്ങൾ പണിയണം, ഞങ്ങൾക്ക് പഠിച്ചുകൂടാ. നിങ്ങൾക്ക് പഠിക്കണമെങ്കിലും ഞങ്ങൾ പാടത്ത് പണിയണം. ഞങ്ങളെ പഠിപ്പിക്കില്ലേ? എങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാം. ഈ കാണായ പാടം മുഴുവൻ
മുട്ടിപ്പുല്ല് കിളിപ്പിക്കും. അതൊരു ഗർജനമായിരുന്നു. ആരും അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സംഭവിച്ചതെന്താണ്? ഇവർ പണിമുടക്കുകയാണ്. ആരും ഇനി പാടത്തേക്കിറങ്ങരുത്. പാഠശാലകൾ തങ്ങൾക്കായി തുറന്ന് കിട്ടുവോളം, തങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുവോളം ഇനി ആരും, അടിയാളരായ ആരും പാടത്തേക്കിറങ്ങരുത് എന്ന് ആഹ്വാനമായി. ഇതത്ര ഗൗരവമായിട്ട് അവർ എടുത്തില്ല. ചിലരിതിനെ ചിരിച്ചു തള്ളി. പിറ്റേ ദിവസം മുതൽ പണിക്കാൾ ചെല്ലാതായപ്പോൾ അവിടെയും അവർ തലയാട്ടി. 3-4 ദിവസം പട്ടിണി കിടക്കുമ്പോൾ തന്നെ വന്നുകൊള്ളും. 3-4 ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇവർക്കറിയാം ഇവരുടെ വീട്ടിൽ ഒരു കരുതലും ഉണ്ടാവില്ല. അന്നേക്കുള്ളത് മാത്രമാണ് കൊടുത്തുവിടുന്നത്. അതുകൊണ്ട് ഒരാഴ്ച, പരമാവധി ഒരാഴ്ച, അതിനോടകം ഇവർ തന്നെ വന്നുകൊള്ളും. എന്ന് മാത്രമല്ല, ഒന്ന് പഠിക്കട്ടെ, തിരികെ വന്നു കഴിയുമ്പോൾ ഉള്ള കൊമ്പും കൂടി അങ്ങ് ഒടിച്ചു വിട്ടേക്കാം. ഇങ്ങനെയൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഇവരുടെ കണക്കുകൂട്ടലേക്ക് തെറ്റുകയായിരുന്നു. നല്ല സമയം നോക്കിയായിരുന്നു ഈ സമരം. കൃഷി ഇറക്കേണ്ട സമയം. അതാ സമയത്ത് ചെയ്തില്ലെങ്കിൽ പ്രയോജനമുണ്ടോ? ഒരാഴ്ച പിന്നിട്ടപ്പോൾ ആശങ്കയായി. ഇവർ കാര്യമായിട്ടാണെന്ന് തന്നെ ഏതാണ്ട് ബോധ്യപ്പെടാൻ ഒരു 2 ആഴ്ചയെടുത്തു. പിന്നെ ഭീഷണിയായി. ആ ഭീഷണിക്ക് വഴങ്ങിപ്പോയവരുണ്ട്. അവർ മാപ്പിരന്നുകൊണ്ട് പാടയത്തേക്ക് ഇറങ്ങുവാൻ ചെല്ലുമ്പോൾ നല്ല ഒന്നാന്തരം ചൂരലുമായിട്ട് നിൽക്കുകയാണ് അയ്യങ്കാളിയും സംഘവും. പാടത്തേക്ക് ഇറങ്ങിയാൽ ഓങ്ങി നിൽക്കുകയാണ്. അയ്യങ്കാളിയുടെ കാലുമടക്കിയുള്ള അടി. അയ്യങ്കാളി ഈ പടയുടെ ഗുസ്തിമുറകളെല്ലാം അതിനൊപ്പം നിന്ന് ചെയ്തിട്ടുള്ളവരും അനുഭവിച്ചിട്ടുള്ളവരുമാണ്. വിറച്ച് പിന്മാറി. ജന്മിയും കിങ്കരന്മാരും അട്ടഹസിച്ചു മര്യാദയ്ക്ക് ഇറങ്ങിക്കൊള്ളണം. പക്ഷെ അയ്യങ്കാളിയുടെ ആജ്ഞയ്ക്ക് അവിടെ മേൽക്കൈ ഉണ്ടായി. ഇറങ്ങിയില്ല. പറഞ്ഞതുപോലെ തന്നെ പാടങ്ങളാകെ പുല്ല് കിളിർക്കുകയാണ്. ദിവസം കഴിയും തോറും കാലം തെറ്റുന്നു, പണി കൂടുന്നു. ഒരടുത്ത ഉപായം ഇറക്കുന്നു. വെളിയിൽ നിന്നാളെ കൊണ്ടുവരിക. അത് എത്രത്തോളം പ്രായോഗികമാകും? കുറെ ആളുകൾക്ക് ഇത് സാധിച്ചേക്കാം. അങ്ങനെ വെളിയിൽ നിന്നാൾ വന്നപ്പോൾ അവരെയും അയ്യങ്കാളിയും സംഘവും വിലക്കി. ഇതാ പാടത്ത് പണിയാനാളില്ല, കരയ്ക്കും പണിയാനാളില്ല. ഊഴിയ വേലകൾ പലതും മുടങ്ങിക്കിടക്കുന്നു. നാടാകെ അങ്കലാപ്പായി. ഈ സമരം ഏതാണ്ട് 1 വർഷം എത്തിയപ്പോഴാണ് അതിന് ഒരു തീർപ്പാകുന്നത് എന്നോർക്കണം. ഇവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു കരുതലുമില്ലാത്ത, ഇപ്പം നമുക്കറിയാം ഒരു ക്ഷാമം വന്നാൽ ഇന്നത്തെ കാലത്ത് പല രീതിയിലാണ് സഹായം പ്രവഹിക്കുന്നത്. സൗജന്യമായ റേഷൻ മുതൽ ഉദാരമതികളുടെ സംഭാവനകൾ വരെ ഏതെല്ലാം തരത്തിലാണ്. അന്നങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരു കരുതലുമില്ലാതിരുന്നവർ ഈ ഏതാണ്ട് 1 വർഷക്കാലം താളും തകരയും തിന്ന്
പ്രകൃതി കനിഞ്ഞ് നൽകിയ വല്ലതുമൊക്കെ ഉപയോഗ്യമായിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിടിച്ചു നിന്നു എന്ന് പറയുമ്പോൾ അവരുടെ സംഘടന ശക്തി എന്തായിരുന്നു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഇവർ സ്വയം പാടത്തേക്കിറങ്ങി. അവിടെ പറയുന്നുണ്ട്, ചേറ്റിലിറങ്ങാത്തവർ ചേറിലിറങ്ങിയപ്പോൾ കുളിരായി, പനിയായി, തളർച്ചയായി. അല്പം പിടിച്ചു നിന്ന യുവാക്കളോ, അവരെത്ര ഇറങ്ങിയിട്ടും ഒരു പെണ്ണാൾ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന പണി 6 പേർ കൂടിയിട്ടേ തീർക്കാൻ പറ്റിയുള്ളൂ. പിറ്റേ ദിവസമാകട്ടെ ആരും എഴുന്നേറ്റില്ലത്രേ. മണ്ണിൽ പണിയെടുക്കുന്നതിൻ്റെ സുഖം അവരറിഞ്ഞു. അവർ മനസ്സിലാക്കി, ഇവരെ ആശ്രയിക്കാതെ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അവിടെ അപ്പോൾ ഒത്തുതീർപ്പിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഈ രാജഗോപാലാചാരി ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു പുരോഗമന ആശയക്കാരനായിരുന്നു. ഈ അയ്യങ്കാളി സംഘത്തിൻ്റെ, സാധുജന പരിപാലന സംഘത്തിൻ്റെ ആ പ്രവർത്തന ചിട്ടയും അവരുടെ ആ ഇച്ഛാശക്തിയും രാജഗോപാലാചാരിക്ക് നന്നേ ബോധിച്ചു. അദ്ദേഹത്തിനൊരു നയമുണ്ട്. സാമൂഹ്യമായ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പാക്കലാം നയം, പാക്കലാം, വരട്ടെ വരട്ടെ. അപ്പൊ അങ്ങനെ ഒരു സമയം എത്തുമ്പോൾ മാത്രമേ അതിൽ ഇടപെടുകയുള്ളൂ. പല സന്ദർഭങ്ങളിലും, തിരുവിതാംകൂറിലുണ്ടായ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇടപെട്ടതിങ്ങനെയാണ്. അവസാനം സന്ധി സംഭാഷണങ്ങൾക്ക് വഴിയൊരുങ്ങി. ദിവാൻ നേരിട്ടിടപെട്ടു. അനന്തപുരിയിലെ ഒരു മജിസ്ട്രേറ്റിനെ തന്നെ അതിനെ നിയോഗിച്ചു. അപ്പോൾ അവിടെ ഉദാരമതിയായ മജിസ്ട്രേറ്റ് അയ്യങ്കാളിയുടെ വാദമുഖങ്ങളെല്ലാം കേട്ടപ്പോൾ ഇത് തികച്ചും ന്യായയുക്തമാണ്, ഇവർ അർഹിക്കുന്നതിൻ്റെ ഒരു അംശം മാത്രമേ ഇവർ ആവശ്യപ്പെടുന്നുള്ളൂ, ഇതെങ്കിലും അംഗീകരിക്കാതിരിക്കുന്നത് പാപമാണ് എന്ന് തന്നെ ദിവാനെ അറിയിച്ചു. അപ്പോൾ അവിടെ അവർ കുറെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ആദ്യം ഈ പറയുന്നതൊന്നും അവർക്ക് സ്വീകാര്യമല്ലായിരുന്നു. കാരണം പാരമ്പര്യം ഇതാണ്, ഇവർ വന്ന് പണിതുകൊള്ളണം, കൊടുത്താൽ വാങ്ങിക്കൊള്ളണം. ഇവർ ആജ്ഞാനുവർത്തികളായി, അടിമകളായി കഴിഞ്ഞുകൊള്ളണം. നോക്കൂ, ഏതാണ്ട് 1855 അടിമത്തം നിരോധിക്കുന്നത്. സ്വാമി തൃപ്പാദങ്ങളുടെ തിരുവവതാരം സംഭവിച്ച വർഷത്തിൽ മനുഷ്യമോചനം, ഇത് രണ്ടും യാദൃച്ഛികമാകാം, പക്ഷെ ഇത് കടലാസിൽ കിടക്കുകയാണ്. ഈ സമയത്തും സർക്കാരിൻ്റെ അധീനതയിൽ പോലും ഏതാണ്ട് 1,00,000 അടിമകൾ ഉണ്ടായിരുന്നത്രേ. കടലാസിൽ നിന്ന് പോലും ഇത് നീങ്ങിയിട്ടില്ല. ഇതാണ് അവസ്ഥ. ഇതെല്ലാം ചിന്തിക്കുവാനും ഇതെല്ലാം പഠിക്കുവാനും ദിവാൻ അവസരമായി. അദ്ദേഹം ഈ ആശയം, ഈ അവസ്ഥകൾ പലരോടും പങ്കുവെക്കുന്നുണ്ടാവാം. ദിവാൻ ഇതുപോലെ ഉദാരമതിയാണെന്ന് കേൾക്കുമ്പോൾ ദിവാന്റെ ഏത് നീക്കത്തെയും ചെറുക്കാൻ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം, അത് നമുക്കറിയാമല്ലോ ഏറെക്കുറെ. അങ്ങനെയാണ് പുലയർക്ക് വിദ്യാലയ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൂഴ്ത്തപ്പെട്ടത്. ദിവാൻ അതറിയുന്നത് 1910 1910 വരെ ദിവാൻ അതറിഞ്ഞില്ല. ഇത് നടപ്പായി എന്നോർത്ത് ഇരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന റിപ്പോർട്ട് ഇതാണ്.
1907 നിന്ന് 10 പക്ഷേ വീണ്ടും 4 കൊല്ലവും കൂടി കഴിയേണ്ടി വന്നു. 1914 ഒറ്റ വിദ്യാലയത്തിൽ പോലും ഞങ്ങളുടെ ആളുകൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല എന്ന് ഇവരറിയിക്കുമ്പോൾ അത് പരിശോധിക്കപ്പെടുന്നു. ആ സത്യം മനസ്സിലാക്കി അന്നൊരു യൂറോപ്യനാണ്, ഒരു മിച്ചൽ സായിപ്പ്, അദ്ദേഹമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ മേധാവി. ഉത്തരവ് അദ്ദേഹത്തിൽ കൂടിയാണ് വരുന്നത്. പക്ഷെ എന്തു ചെയ്യാം, നടപ്പാകുന്നില്ല. നാട്ടു നടപ്പ് അതിനെ അനുവദിക്കുന്നില്ല. നോക്കണേ, ആ സംഭവത്തിലേക്കൊക്കെ നമുക്ക് പിന്നാലെ വരാം. ഇവിടെ നോക്കൂ, തത്വത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാലയ പ്രവേശനത്തിനും ആഴ്ചയിൽ ഒരു ദിവസ ഒഴിവിനും ഇവരാവശ്യപ്പെട്ട വേതനത്തിനും ജന്മിമാർ സമ്മതം മൂളേണ്ടി വന്നു. ആ ഒറ്റ വർഷം 1908 ഈ സമരം അവസാനിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും പൊതുവേ കരുതുന്നത് ഇവിടെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായ തൊഴിൽ സമരം, പണിമുടക്ക്, വിജയകരമായ പണിമുടക്ക്. പക്ഷെ നമ്മൾ അല്പം പുറകോട്ടൊന്ന് ചിന്തിക്കണം. ഇത്ര വിപുലമല്ലായിരുന്നു എങ്കിലും 1867 ഇതുപോലൊരു കർഷക സമരം നടന്നിരുന്നു. ആ കർഷക അല്ലെങ്കിൽ തൊഴിലാളി സമരത്തിന്റെ നായകൻ ആരായിരുന്നെന്നറിയുമോ? തിരുവിതാംകൂർ വ്യാഘ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരായിരുന്നു. ഒരിക്കൽ കായംകുളത്ത് ഒരു ഈഴവ സ്ത്രീ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നുപോയി. ഇതിനെ ഒരു മഹാപരാധമായി കണ്ട ഒരു സവർണജാതി യുവാക്കൾ ആ മേൽവസ്ത്രം ഊരിയെറിഞ്ഞു, കീറിയെറിഞ്ഞു. ആ സാധു സ്ത്രീയെ അപമാനിച്ചു വിട്ടു. ഈ വിവരം വേലായുധപ്പണിക്കരുടെ ചെവിയിലെത്തുന്നു. ഇവിടെ ഓർക്കണം, ഇത് ധരിക്കുവാൻ ഈ സവർണജാതികൾക്ക് അവകാശമുള്ളൂ. അവർണരായിട്ടുള്ളവർ അരക്കടിയിലോട്ട്, മുട്ടില് മേലിലോട്ട് അവരുടെ വസ്ത്രം നിന്നുകൊള്ളണം. അല്പം താന്നുപോയാൽ അത് നിന്നയാണ്, ആചാര ലംഘനമാണ്. അതിന് ആർക്കും ശിക്ഷിക്കാം. അങ്ങനെ ശിക്ഷിക്കുന്നവരെ അന്ന് നിയമം പോലും ചോദ്യം ചെയ്യില്ല. കൊന്നുകളഞ്ഞാൽ പോലും ചോദ്യം ചെയ്യാത്തൊരു കാലമുണ്ടായിരുന്നു കുറെ നാളുകൾക്ക് മുമ്പ്. നോക്കണം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അദ്ദേഹം അതിനെ തുടർന്നാണ് 100 കണക്കിന് മേൽമുണ്ട് തയ്യാറാക്കി ഇതാ വിതരണം ചെയ്തതും അത് ധരിപ്പിച്ചുകൊണ്ട് പൊതുവഴിയെ നടന്നതും. അന്ന് വേലായുധപ്പണിക്കർ ആഹ്വാനം ചെയ്തു. ഈ സാധു സ്ത്രീയെ ആക്ഷേപിച്ച സവർണരുടെ
പാടത്തേക്കാരും പണിയാൻ പോകരുത്. അപ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഈഴവരും കാർഷിക വൃത്തിയിലാണ് കൂടുതൽ ശതമാനവും കഴിഞ്ഞിരുന്നത്. പക്ഷെ പാടത്തിറങ്ങുന്നത് പുലയ ജാതിയായിരുന്നു. കരയിലെ തെങ്ങ് അതുപോലുള്ള ജോലികൾ, മറ്റു കരകൃഷികൾ ഈഴവർ ചെയ്തിരുന്നു, മറ്റുള്ളവരും ചെയ്തിരുന്നു. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ ആഹ്വാനം വിജയിച്ചു. അദ്ദേഹത്തെ അത്ര വിശ്വാസമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾക്ക് അത്ര ശക്തി ഉണ്ടായിരുന്നു. അവിടെ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ചെയ്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹം സമ്പന്നനായിരുന്നു. തൻ്റെ ആഹ്വാനം കൊണ്ട് പാടത്തേക്ക് ഇറങ്ങാതെ വന്ന ഒരു ആള് പോലും പട്ടിണി കിടക്കരുത് എന്ന് കരുതി ഇദ്ദേഹത്തിൻ്റെ കരുതലിൽ നിന്ന് അവർക്കെല്ലാവർക്കും ഈ സമരം തീരുന്നതുവരെ, ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാകുന്നതുവരെ അവരെ പോറ്റിക്കൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, അവസാനം ഈ സവർണ യുവാക്കളോട്, ധിക്കാരികളായ യുവാക്കളോട് അനുഭാവം കാണിച്ചുകൊണ്ട് മറ്റ് ജന്മിമാർ, സവർണരായ ജന്മിമാരവരാണല്ലോ, അവരെ ഉള്ളല്ലോ, അവരോട് അനുഭാവം കാണിച്ചപ്പോൾ അവരെയും ബഹിഷ്കരിച്ചു. ആ പ്രദേശത്താകമാനം പണിമുടക്ക് നടന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇവർക്ക് കീഴടങ്ങേണ്ടി വന്നു. ഈ സ്ത്രീയോട് മാപ്പിരക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, സവർണറുടെ ചെലവിൽ ആ കീറിയെറിഞ്ഞ ആ മേൽവസ്ത്രത്തിന് പകരം പുതിയൊരു വസ്ത്രം മേടിച്ച് കൊടുപ്പിച്ചുകൊണ്ടാണ് ആ സമരം അവസാനിപ്പിച്ചത്. ഇത് 1907-8 കാലത്ത്. അതേസമയം ഈ സംഭവം നടക്കുന്നത് 1867 കാലത്ത്. നോക്കണേ, ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം ചരിത്രത്തിൽ ശ്രദ്ധിക്കാതെ പോയ, നാം കാണാതെ പോയ പല സംഭവങ്ങളുമുണ്ട്. അപ്പൊ അതൊരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന പരിമിതമായ ഒരു കാര്യത്തിന്, ഒരു പരിമിതമായ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നുള്ള സമരമായിരുന്നു എങ്കിൽ ഇത് അങ്ങനെയായിരുന്നില്ല എന്നൊരു വ്യത്യാസമുണ്ട്. ഇത് ഒരടിസ്ഥാന വർഗത്തിന്റെ മൊത്തമുള്ള ഉണർച്ചയായിരുന്നു. അവർക്ക് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഒരു നിമിത്തമായിരുന്നു. ആ കാര്യത്തിൽ ഇതാ നമ്മൾ കാണുന്നു, ഒത്തുതീർപ്പ് വെച്ചു. ദിവാൻ തന്നെ നേരിട്ട് നിയോഗിച്ച ഒരു മജിസ്ട്രേറ്റിന്റെ, ഒരു ന്യായാധിപന്റെ മധ്യസ്ഥതയിലാണ് ഈ ഒത്തുതീർപ്പുണ്ടായത്. കാര്യം മംഗളമായല്ലോ. അപ്പൊ ഇവർക്ക് ഇനി വേലയ്ക്ക് നല്ല കൂലി കിട്ടും, ഇവർക്ക് നല്ല മാന്യത കിട്ടും. കാരണം ഭരണകൂടത്തിന്റെ മധ്യസ്ഥതയിലല്ലേ ഇത് തീർന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്നത് ഇവരുടെ നല്ല കാലമായിരിക്കും എന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇനി നാം കാണാൻ പോകുന്നത് കോരന് കുമ്പിളിൽ കഞ്ഞി. പ്രിയമുള്ളവരെ, ആ വക കാര്യങ്ങൾ അടുത്ത സംഭാഷണത്തിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ സദാനന്ദ സ്വാമികളെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, മർദ്ദകരും ചൂഷകരുമായിരുന്നു സവർണർ. ഇങ്ങനെയല്ല. യുക്തമായ സമയത്ത് സവർണരിൽ നിന്ന് തന്നെ ഏതെല്ലാം തരത്തിലാണ് സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഈ അടിയാള വർഗത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്.
ഇവിടെ നമ്മൾ പി രാജഗോപാലാചാര്യയുടെ കാര്യം കണ്ടു. ഇതുപോലുള്ള പല മഹാത്മാക്കളുടെയും സഹായ സഹകരണങ്ങൾ ഇതാ ഈ പ്രസ്ഥാനത്തിന് കൈവരുന്നുണ്ട്. എല്ലാവരെയും അടച്ച് നമ്മൾ ആക്ഷേപിച്ചുകൂടാ. അറിവില്ലാത്തവർ ഇതാ തെറ്റ് ചെയ്യുന്നു. പക്ഷെ അറിവുള്ളവരുമുണ്ടായിരുന്നു ആ തെറ്റിനെ തിരുത്തുവാൻ. അങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളും അത് എല്ലാ അടിയാള വർഗങ്ങൾക്കും സമയാസമയങ്ങളിൽ ലഭിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്നതുകൂടി നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ടതാണ്. ആ ധന്യസ്മരണകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ സംഭാഷണം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.